ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSC യിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ ഇന്ത്യ അഷുറൻസിൽ 170 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ റെയിൽവേയിൽ 11,558 ഒഴിവുണ്ട്. ബിരുദം +2 യോഗ്യതയുള്ളവർക്കുണ്ട്. UPSCയുടെ കമ്പൈൻഡ് ജിയോ സയൻറ്റിസ്റ്റ് പരീക്ഷയ്ക്കും അപേക്ഷിക്കാം. യോഗ്യത PG ഡിപ്ലോമ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെയിൽവേയുടെ മുകളിൽ തുടങ്ങാം. NTPC വിജ്ഞാപനം. യോഗ്യത ബിരുദം അല്ലെങ്കിൽ +2. റെയിൽവേയിൽ 11,558 ഒഴിവാണുള്ളത്. ഇന്ത്യൻ റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലെ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ബിരുദം യോഗ്യതയായ തസ്തികകളിൽ 8,113 ഒഴിവുണ്ട്. +2 യോഗ്യതയിൽ 3,445 ഒഴിവും ഉൾപ്പെടെ ആകെ 11,558 ഒഴിവാണുള്ളത്. 2019 അവസാനമായി ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആദ്യ വിജ്ഞാപനമായതിനാൽ 3 വർഷത്തെ ഇളവ് കൂടി ചേർത്താണ് ഇത്തവണ പ്രായം നിശ്ചയിച്ചിരിക്കുന്നത്. 21 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. ബിരുദം യോഗ്യതയായിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിജ്ഞാപന നമ്പർ CN 05/2024. തസ്തികകളും ഒഴിവുകളും. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1,736. സ്റ്റേഷൻ മാസ്റ്റർ 994. ഗുഡ്സ് ട്രെയിൻ മാനേജർ 3,144. ജൂനിയർ അക്കൗണ്ടൻസ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1,507. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732. ശമ്പളം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നീ തസ്തികകളിൽ 35,400 രൂപയും മറ്റ് തസ്തികകളിൽ 29,200 രൂപയുമാണ് തുടക്ക ശമ്പളം. യോഗ്യത എന്താണ്? അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അതിൽ തത്തുല്യമാണ് യോഗ്യത. ജൂനിയർ അക്കൗണ്ടൻസ്, അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. പ്രായം 2025 ജനുവരി 1 18 മുതൽ 36 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാരുടെ ഇളവ് സംബന്ധമായ കൂടുതൽ വിവരണങ്ങൾക്ക് പട്ടിക കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 13 വരെ. ബിരുദ യോഗ്യതയുള്ള തസ്തികകൾ ഓപ്പണിംഗ് ഡേറ്റ് 14/9/2024. ക്ലോസിംഗ് ഡേറ്റ് 13/10/2024. +2 യോഗ്യതയുടെ ഓപ്പണിംഗ് ഡേറ്റ് 21/9/2024. ക്ലോസിംഗ് ഡേറ്റ് 20/10/2024. ബിരുദം യോഗ്യതയായിട്ടുള്ള തസ്തികകളുടെ ഏജ് ഡീറ്റെയിൽസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന് പേ ലെവൽ ആസ് പെർ 7th CPC 6 ആണ്. ഇനിഷ്യൽ പേ 35,400. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2. ഏജ് ലിമിറ്റ് 2025 ജനുവരി 1 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ടോട്ടൽ വേക്കൻസി 1,736. സ്റ്റേഷൻ മാസ്റ്റർ 6 ഒഴിവുണ്ട്. CPC ലെവൽ 6 35,400 994 ഒഴിവുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഗുഡ്സ് ട്രെയിൻ മാനേജർ പേ ലെവൽ ആസ് പെർ 7th CPC 5 ആണ്. 29,200 ഇനിഷ്യൽ പേ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 18 to 36 ആണ്. 3,144 വേക്കൻസി ഉണ്ട്. ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 5 ആണ്. പേ ലെവൽ ആസ് പെർ 7th CPC. ഇനിഷ്യൽ പേ 29,200. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2. ഏജ് ആസ് ഓൺ 18 to 36. ടോട്ടൽ വേക്കൻസീസ് 1,507. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 5 ആണ്. പേ ലെവൽ ആസ് പെർ 7th CPC. ഇനിഷ്യൽ പേ 29,200. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2. ഏജ് ആസ് ഓൺ 18 to 36. ടോട്ടൽ വേക്കൻസി 732. അങ്ങനെ മൊത്തം 8,113 വേക്കൻസീസാണുള്ളത്. നെയിം ഓഫ് ദി പോസ്റ്റ് +2 യോഗ്യതയുള്ളത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്. ഇത്രയും പേരാണുള്ളത്. ഇത്രയും വേക്കൻസീസ് ഉണ്ട്. പേ ലെവൽ ആസ് പെർ 7th CPC. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ മാത്രം ബാക്കി എല്ലാത്തിനും 2. ഇനീഷ്യൽ പേ 21,700 കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്. ബാക്കിയുള്ളതിന് 19,900. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2.
ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് കം ടിക്കറ്റ് ക്ലർക്കിന് 2022 വേക്കൻസി, അക്കൗണ്ട് ക്ലർക്കിന് 361 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 990 വേക്കൻസി, ട്രെയിൻസ് ക്ലർക്കിന് 72 വേക്കൻസി, അങ്ങനെ 3445 വേക്കൻസി +2 തലത്തിലുമുണ്ട്. +2 ആണെങ്കിൽ 2025 ജനുവരി 1 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ സംവരണ വിഭാഗക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇളവ് ലഭിക്കും. അത് വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇളവ് സംബന്ധിച്ച രേഖകൾ. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം, ഒഴിവുകൾ, മെഡിക്കൽ ഫിറ്റ്നസ് തുടങ്ങി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പട്ടിക കാണുക. +2 തലത്തിൻ്റെത് സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 20 വരെ അപേക്ഷിക്കാം. അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും ഒരു RRBയിലേക്കും ഏതെങ്കിലും ഒരു തസ്തികകളിലേക്കും മാത്രമേ ഒരാൾക്ക് അപേക്ഷിക്കാനാവൂ. അപേക്ഷകർക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. പരീക്ഷാ ഫീസ് വനിതകൾ, SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗങ്ങൾക്ക് 250 രൂപയും പരീക്ഷ എഴുതിയ തുക മടക്കി നൽകും. ഈ വിഭാഗങ്ങളിൽ ഒന്നും പെടാത്തവർക്ക് 500 രൂപയുമാണ് ഫീസ്. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ RRB വെബ്സൈറ്റുകളിൽ ലഭിക്കും. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in www.rrbtiruvananthapuram.gov.in. ഇനി കമ്പൈൻഡ് ജിയോ സയൻറ്റിസ്റ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 2025 കമ്പൈൻഡ് ജിയോ സയൻറ്റിസ്റ്റ് പരീക്ഷയ്ക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും ഭൂഗർഭജല ബോർഡിലുമുള്ള 85 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 1ാം ഘട്ട പരീക്ഷ ഫെബ്രുവരി 9 നടത്തും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിസ്റ്റ് 16, ജിയോ ഫിസിസ്റ്റ് 6, കെമിസ്റ്റ് 2, ഭൂഗർഭജല ബോർഡ് സയൻറ്റിസ്റ്റ് 15, ഹൈഡ്രോ ജിയോളജി 13, കെമിക്കൽ 1, ജിയോ ഫിസിക്സ് 1, അസിസ്റ്റൻറ്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് 31, അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് 4, അസിസ്റ്റൻറ്റ് ജിയോ ഫിസിസ്റ്റ് 11. യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ ദ്വിവത്സര PG ഡിപ്ലോമ. പ്രായം 2025 ജനുവരി 1 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ബന്ധപ്പെട്ട വകുപ്പിലെ ജീവനക്കാർക്ക് 7 വർഷം വരെയും ഇളവുണ്ടായിരിക്കും. പരീക്ഷ 2 ഘട്ടമായാണ് പരീക്ഷ. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പ്രാഥമിക ഘട്ടത്തിന് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഇതിൽ യോഗ്യത നേടുന്നവർക്ക് വിവരണാത്മക രീതിയിലുള്ള മുഖ്യ പരീക്ഷയിലും അഭിമുഖം, വ്യക്തിത്വ പരിശോധന എന്നിവ കൂടി നടത്തിയാവും അന്തിമഘട്ട തിരഞ്ഞെടുപ്പ്. ഭോപ്പാൽ, ചെന്നൈ, ഡൽഹി, ദിസ്പൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, ഷിംല എന്നിവിടങ്ങളിലായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി സെപ്റ്റംബർ 24 മുമ്പ് അടയ്ക്കണം. അപേക്ഷ UPSCയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കുമുള്ള വെബ്സൈറ്റ് https://upsconline.nic.in. അവസാന തീയതി സെപ്റ്റംബർ 24. വിമാനത്താവളങ്ങളിൽ 101 എഞ്ചിനീയർ അല്ലെ സൂപ്പർവൈസർ. തിരുവനന്തപുരത്ത് 16 ഒഴിവ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ AA എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി, റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ, അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 101 ഒഴിവുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 16 ഒഴിവുണ്ട്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നാഗ്പൂർ എന്നിവിടങ്ങളാണ് മറ്റൊഴിവുകൾ. 5 വർഷത്തെ കരാർ നിയമനമാണ്. അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ഒരു 73, ശമ്പളം 27,940 രൂപ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദത്തോടൊപ്പം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകുന്ന കുറഞ്ഞത് 3 മാസത്തെ ഏവിയേഷൻ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷ എന്നിവയിലുള്ള പരിജ്ഞാനവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 കവിയരുത്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഒരു 25. സ്റ്റൈപ്പൻഡ് 1 വർഷത്തെ ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം 40,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. യോഗ്യത 60% മാർക്കോടുകൂടി എയറോനോട്ടിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും 85% കുറയാതെ ഗേറ്റ് സ്കോറും. പ്രായം 28 വയസ്സ്. റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ ഒഴിവ് 3 ശമ്പളം 47,725. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദത്തോടൊപ്പം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകുന്ന കുറഞ്ഞത് 3 മാസത്തെ ഏവിയേഷൻ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷ എന്നിവയിലുള്ള പരിജ്ഞാനവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 കവിയരുത്. എല്ലാ തസ്തികകളിലെയും ഉയർന്ന പ്രായപരിധി SC/ST OBC വിഭാഗക്കാർക്ക് 5 വർഷവും, SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBC വിഭാഗക്കാർക്ക് 3 വർഷവും, വിമുക്ത ഭടന്മാർക്ക് സേവനത്തിനനുസരിച്ചും ഇളവ് ലഭിക്കും. എഴുത്ത് പരീക്ഷ, അഭിമുഖം എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. അപേക്ഷകർക്ക് ജോലിക്കാവശ്യമായ ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് 1,500 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 1,000 രൂപ.
SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റായി അടയ്ക്കണം. അപേക്ഷാ ഫോം ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓർഡിനറി സ്പീഡ് പോസ്റ്റ് മുഖേനയോ കൊറിയറായോ അയക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 24. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും www.aesl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂ ഇന്ത്യ അഷുറൻസിൽ 170 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. യോഗ്യത ബിരുദം അല്ലെ ബിരുദാനന്തര ബിരുദം. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രമുണ്ട്. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ദ ന്യൂ ഇന്ത്യ അഷുറൻസിൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളിലായി 170 ഒഴിവുണ്ട്. അക്കൗണ്ട്സ് ഒഴിവ് 50. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെ ബിരുദാനന്തര ബിരുദം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് യോഗ്യതയും അല്ലെങ്കിൽ MBA ഫിനാൻസ്, PGDM ഫിനാൻസ്, MCOM. പ്രായം 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. തുടക്ക ശമ്പളം 50,925 രൂപ. ജനറലിസ്റ്റ് ഒഴിവ് 120. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെ ബിരുദാനന്തര ബിരുദം. തുടക്ക ശമ്പളം 50,925 രൂപ. പ്രായം 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. പരീക്ഷ 2 ഘട്ടങ്ങളായാണ് പരീക്ഷ. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള 1-ാം ഘട്ടം ഒക്ടോബർ 13-നും വിവരണാത്മക രീതിയിലുള്ള 2-ാം ഘട്ടം നവംബർ 17-നും നടക്കും. 1-ാം ഘട്ട പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് 850 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 100 രൂപ. വിശദ വിവരങ്ങൾക്ക് www.newindia.co.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 29. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.